ഇനിയാണ് ചിലപ്പോൾ ബ്രോക്കർമാരോ അതുമല്ലെങ്കിൽ ആധാരമെഴുത്തുകാരോ ഒക്കെ വില്ലന്മാരായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പെടുന്നത് ഇടപാടുകാർ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഇൻകം ടാക്സ് ആക്ടിലെ ഈ സെക്ഷൻ നിങ്ങളുടെ അതായത് വിൽക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും തലയ്ക്ക് മീതെയുള്ള കോടാലി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിങ്ങൾ കള്ളന്മാരാവും. ഇടപാട് തുകയുടെ 75% നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. കൂടാതെ 200% വരെ പിഴയും അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് വസ്തു വാങ്ങാനോ വിൽക്കാനോ വാടകയ്ക്കോ എല്ലാം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങളുണ്ടെങ്കിൽ, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ശൃംഖലയുമാണ്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും സർവീസ് കിട്ടും. ഹായ്, ഇന്ന് ഞാൻ പറയുന്നത് ഭൂമി ഇടപാടുകളിൽ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും അറിയാതെ കുടുങ്ങിപ്പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചാണ്. അതായത് ചെറിയ ഒരു സ്ഥലം മേടിച്ചാൽ പോലും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും ചിലപ്പോൾ ആധാരം വരെ അസാധുവായി പോയേക്കാവുന്ന ഒരു മാരക കുരുക്ക്. ഇതിനുള്ള കാരണം ആദ്യം തന്നെ പറയാം. നമ്മൾ എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും, അതൊരു ഭൂമി ഇടപാടായിക്കൊള്ളട്ടെ, വേറെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടായിക്കൊള്ളട്ടെ, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സത്യാവസ്ഥ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയ നിയമം കൂടി ഇതോടൊപ്പം ഞാൻ പറയാം. അതായത് നമ്മളൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് 269 ST അനുസരിച്ച് ഒരു ദിവസം ഒരാളുമായിട്ടുള്ള പണമിടപാടിൽ നമുക്ക് പണമായിട്ട്, അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് നടത്താൻ പറ്റുന്നത് പരമാവധി 2 ലക്ഷം രൂപയുടെ ഇടപാടാണ്. അപ്പോൾ ഈ ഭൂമി ഇടപാടുകളിൽ ഉറപ്പായിട്ടും നമുക്ക് ബാങ്ക് വഴി ഇടപാടുകൾ നടത്തേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. ഇനിയാണ് ചിലപ്പോൾ ബ്രോക്കർമാരോ അതുമല്ലെങ്കിൽ ആധാരമെഴുത്തുകാരോ ഒക്കെ വില്ലന്മാരായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തെ ഗൗരവമായിട്ട് കണക്കാക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പെടുന്നത് ഇടപാടുകാർ മാത്രമായിരിക്കും. മറ്റുള്ളവരൊക്കെ നൈസായിട്ട് കൈയെഴുതും. ബ്രോക്കർമാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തീർ നടത്തി കിട്ടാനുള്ള വ്യഗ്രതയായിരിക്കും. കമ്മീഷനും മേടിച്ചിട്ട് വീട്ടിൽ പോവാലോ. ആധാരമെഴുത്തുകാരാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ തീറിന് വേണ്ട കാര്യങ്ങളൊക്കെ ആധാരത്തിൽ ഓക്കെ ആണല്ലോ എന്ന ചിന്ത മാത്രമേ ഉണ്ടാവൂ. അവര് ടാക്സ് കൺസൾട്ടന്റുമാരൊന്നും അല്ലല്ലോ. പക്ഷേ ഇടപാട് നടത്തുന്ന നമ്മൾ ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അനുഭവത്തിലൂടെ പലരും ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഈ ഒരു അബദ്ധം ചെയ്യുന്നവരുണ്ട്. അതായത് പണം എന്ന് പറയുന്നത് ഭൂമി വിൽക്കുന്നവന് പല രീതിയിൽ കൊടുക്കും. എന്നിട്ട് ആധാരത്തിൽ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും 1-2 ചെക്കുകളുടെ നമ്പർ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് വെക്കും. സബ് രജിസ്ട്രാർക്ക് അത് മതി. അല്ലാതെ ആ ചെക്ക് വഴി തന്നെ വിൽക്കുന്നവന് പണം കിട്ടിയോ എന്ന് അയാൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി രജിസ്ട്രാർ ചോദിച്ചാൽ പണം കിട്ടി, ഒപ്പിടാൻ തയ്യാറാണ് എന്ന് വിൽപ്പനക്കാരൻ പറയുകയും ചെയ്യുമല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ വാങ്ങുന്നവന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ ചെക്ക് പോയിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിൽക്കുന്നവന്റെ അക്കൗണ്ടിലേക്ക് ആ ചെക്ക് ക്ലിയർ ആയി പണം ക്രെഡിറ്റ് ആയിട്ടും ഉണ്ടാവില്ല. നടത്തിയത് മൊത്തം ലിക്വിഡ് ഇടപാടുകളായിരിക്കും. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഓരോ ഇടപാടുകളുടെയും വിവരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 10 ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള ഇടപാടുകൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളത്തരം കാണിച്ചാൽ ഉറപ്പായിട്ടും എന്നെങ്കിലും പിടിക്കപ്പെടും. അതോടെ എത്ര രൂപയുടെ ഇടപാടാണോ നടത്തിയത് അതിന്റെ ഉറവിടം ബോധിപ്പിക്കേണ്ടി വരും. ഒപ്പം ഏത് ചെക്ക് നമ്പറാണോ ആധാരത്തിൽ കാണിച്ചത് ആ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കേണ്ടിയും വരും. നിങ്ങൾ പറഞ്ഞ ചെക്ക് വഴി അത്രയും തുകയുടെ ഇടപാട് നടന്നിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ നിങ്ങൾ കള്ളന്മാരാവും. ഇടപാട് തുകയുടെ 75% നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. കൂടാതെ 200% വരെ പിഴയും അടയ്ക്കേണ്ടി വരും. ഇതിൽ പണം കൊടുത്തവൻ മാത്രമല്ല പണം വാങ്ങിയവരും പെടും. അതായത് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുവർക്കും സാധിക്കില്ല എന്ന് സാരം. ഇനി സ്വയം ചിന്തിച്ച് നോക്കിക്കോ. നിങ്ങൾ തന്നെയല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇതിനായിട്ട് യഥാർത്ഥ ഇടപാടുകൾ തന്നെ നടത്തുക. അതും ചെക്ക്, DD, NEFT, RTGS ഇവയിൽ ഏതെങ്കിലും മാർഗം ഉപയോഗിക്കുക. ഇനി അടുത്തത്, വിൽപ്പനക്കാര് 5 പേരാണെന്ന് വിചാരിക്കുക. അതിൽ ആരും പവർ ഓഫ് അറ്റർണിയും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അവിടെയും ഇതുപോലെ പേരിന് വേണ്ടി ആധാരത്തിൽ ചെക്ക് നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കുക. പഴയ കഥ പോലെ തന്നെ പെടും എന്നുറപ്പാ. ഇനി ഇത് യഥാർത്ഥത്തിലുള്ള ചെക്കാണ് എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 പേർക്കും കൊടുക്കാനുള്ളത് എത്രയൊക്കെയാണോ അവരുടെ പേർക്ക് തന്നെ ചെക്കോ DDയോ ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ 5 പേർക്ക് തന്നെ കൊടുക്കാനുള്ളത് കൊടുത്തു എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോ പണം കിട്ടാനുള്ള വിൽപ്പനക്കാര് 5 പേരും സബ് രജിസ്ട്രാറുടെ മുൻപിൽ പണം കിട്ടി എന്ന് സമ്മതിച്ചാൽ പോലും
ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വിഷയം എത്തുമ്പോൾ 5 പേർക്കും കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എന്ന് തന്നെയായിരിക്കും കണക്കാക്കപ്പെടുക. അപ്പോ ചിലപ്പോൾ ആധാരം തന്നെ അസാധുവാകുന്ന സാഹചര്യം വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 269 ST നിങ്ങളുടെ തലയ്ക്ക് മീതെയുള്ള കോടാലി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെറുതെ ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ടാന്നേ. അപ്പോൾ ബൈ ബൈ.